ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കും എൻ്റെ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രീ പ്ലീറ്റ് ചെയ്ത സാരി എങ്ങനെ ഉടുപ്പിക്കുമെന്ന് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് നാളായിട്ട് വ്യൂവേഴ്സും കസ്റ്റമേഴ്സൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. എനിക്കും ഒരു ആഗ്രഹമുണ്ട്. കാരണം സാരി ഉടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണല്ലേ. നമുക്ക് പലർക്കും സാരി ഉടുക്കാൻ ബുദ്ധിമുട്ട് കാണും, അല്ലെങ്കിൽ തന്നെ പ്രീ പ്ലീറ്റ് ചെയ്ത സാരി ഉടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സാരി. അപ്പോൾ ഞാൻ ഒരു മോഡലിനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ മെഷർമെൻറ്റ് അനുസരിച്ച് ഞാൻ സാരി പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്കും കുട്ടി എത്തും. കുട്ടിക്ക് ചെറിയ രീതിയിൽ ഞാനൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് വീഡിയോ എടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങും മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ടും റൈറ്റ് ലെഫ്റ്റ് ആയിട്ടും തോന്നും. സാരി ഉടുക്കുമ്പോൾ നിങ്ങൾക്കതൊരു മിസ്റ്റേക്കായിട്ട് ഒരിക്കലും തോന്നരുത്, ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ ആ മോഡൽ കുട്ടിക്ക് കുറച്ച് ചെറിയ രീതിയിൽ ടച്ചപ്പ് ഒക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഒന്ന് ഒരുക്കി. അപ്പോൾ ഇതാ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അണ്ടർസ്കേർട്ട് ഇട്ടിട്ടുണ്ട്. അത് അണ്ടർസ്കേർട്ടും ബ്ലൗസും വിയർ ചെയ്തിട്ട് നിൽക്കുവാണ്. അണ്ടർസ്കേർട്ട് എന്ന് പറയുന്നത് കോട്ടൻ്റെ അണ്ടർസ്കേർട്ട് തന്നെ വേണം. ഒന്നുകിൽ ഫിഷ് കട്ട് അല്ലെങ്കിൽ ഷേപ്പ് വിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സൈഡ് പ്ലീറ്റ് നന്നായിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു അണ്ടർസ്കേർട്ട് വളരെ നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ആ സെൻറ്റർ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് നേവൽ പോയിൻറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് മെഷർമെൻറ്റ് ഒന്ന് വെച്ച് നോക്കുവാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ടക്കിങ് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ സെൻറ്റർ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തു. അതിനുശേഷം ടക്കിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ഞാൻ ആ പോർഷൻ ടക്കിങ് ചെയ്യുന്നിടത്ത് അണ്ടർസ്കേർട്ടും ടക്കിങ് ചെയ്ത ഭാഗമായിട്ട് ചേർത്ത് ഒരു പിന്ന് കുത്തുന്നുണ്ട്. ആ പിന്നെ അങ്ങനെ കുത്തുന്നത് സാരി ഒന്ന് മൂവ് ആവാതിരി നല്ല ടൈറ്റായിട്ട് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സാരി എങ്ങനെയാണോ കിടക്കുന്നത് ആ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു ഫ്ലോയിൽ തന്നെ നമ്മൾ ടക്കിങ് ചെയ്യണം. സൈഡിലോട്ടൊന്നും സാരിയെ വലിച്ചിട്ട് ടക്കിങ് ചെയ്യരുത്. എങ്കിൽ മാത്രമേ സാരി നല്ല ഷേപ്പായിട്ട് ആ കറക്റ്റ് മെഷർമെൻറ്റിൽ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ടക്കിങ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ടക്കിങ് ചെയ്ത് സൈഡ് പോർഷൻ വരെ ഞാൻ ടക്കിങ് ചെയ്തു. അതിനുശേഷം പല്ലു മുന്താണി കറക്കി ഞാൻ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു. നമ്മുടെ ഇടത് ഷോൾഡറിൽ വെക്കുകയാണ്. അതിന് മുന്നേ നമ്മുടെ സെൻറ്റർ പ്ലീറ്റ്സിൽ താഴെ ഉണ്ടായിരുന്ന ആ ഒരു പിന്നൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണേ. ആ പല്ലു പോർഷൻ എടുത്ത് ആ നമ്മുടെ ഇടത് സൈഡിൽ ഷോൾഡറിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ബ്ലൗസിൻ്റെ ആ ജോയിൻറ്റ് വിട്ട് താഴോട്ട് ഫ്രണ്ടിലോട്ട് ഇറക്കി ഒരല്പം വേണം വെക്കാൻ, എങ്കിലേ ആ ഒരു ഭംഗി കിട്ടും. ഒരുപാട് കഴുത്തിലോട്ട് കയറി പോകരുത് കേട്ടോ. എന്നിട്ട് ഞാൻ ഫസ്റ്റത്തെ പ്ലീറ്റ് മാറ്റി ബ്ലൗസുമായിട്ട് ചേർത്ത് ഫുൾ പ്ലീറ്റ്സുമായിട്ട് ചേർത്ത് ഒരു പിന്ന് കുത്തിയേ. അതുപോലെ പുറകിലും ഇതുപോലെ ഫസ്റ്റത്തെ പ്ലീറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ആവാതെ സാരി എങ്ങനെയാണോ ആ പല്ലു കിടക്കുന്ന ആ ഒരു ഫ്ലോയിൽ തന്നെ കുത്തുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പല്ലുവിലൊക്കെ ഞാൻ പിന്നി വെച്ചിട്ടുണ്ട്. ആ പിന്നെല്ലാം റിമൂവ് ചെയ്ത് ഫസ്റ്റ് പ്ലീറ്റ് മാറ്റി സെക്കൻഡ് പ്ലീറ്റ് തൊട്ട് ബാക്കി എല്ലാ പ്ലീറ്റ്സും ചേർത്ത് ഞാൻ അങ്ങനെ കുത്തുവാണ്. എന്തിനാണ് ഇങ്ങനെ കുത്തുന്നതെന്ന് ചോദിച്ചാൽ പിന്ന് വെച്ചിട്ടുണ്ടാവും, ഫുള്ളി സെക്യൂർ സേഫ് ആയിരിക്കും സാരി. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്ന് കാണത്തൂല്ല, അത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഞാൻ ആ കംപ്ലീറ്റ് പല്ലു പോർഷനും ഇതുപോലെ പിൻ ചെയ്തു. അതിനുശേഷം നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷൻ ക്ലിയർ ആക്കുകയാണ്. എല്ലാം ഒന്ന് കറക്റ്റ് ലെവലിൽ ഒന്ന് പിടിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ചെസ്റ്റിൻ്റെ ആ ഫസ്റ്റത്തെ പ്ലീറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റി ആ സെക്കൻഡ് പ്ലീറ്റും അതുപോലെ ബ്ലൗസ് ആ ബ്രസ്റ്റ് പോർഷനിലെ ബ്ലൗസുമായിട്ട് ചേർത്ത് ഞാനൊരു പിന്ന് കുത്തി. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിനി എത്ര നടന്നാലോ ഓടിയാലോ ചാടിയാലോ ഒന്നും നമ്മുടെ ആ സെൻറ്റർ പോർഷനൊന്നും ചെസ്റ്റ് പോർഷനൊന്നും പ്രൊജക്റ്റ് ആവത്തില്ല. എല്ലാ ഭാഗവും നല്ല കവറായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്ന് കുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ മൂവ് ആവത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ആ സൈഡിൽ നിന്ന് ബോർഡർ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ച് നേവലിൻ്റെ അവിടെ കൊണ്ടുവന്നു. ആ ഒരു ഷേപ്പിൽ തന്നെ സാരി എങ്ങനെയാണോ ഉടുക്കേണ്ടത് ആ രീതിക്ക് തന്നെയാണ് പിന്ന് കുത്തേണ്ടത്. ഫസ്റ്റത്തെ പിന്നെന്ന് പറയുന്നത് ഡബിൾ ലോക്ക് ചെയ്യുവാണ്. ഡബിൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകത്തില്ല. പിന്നെ പെട്ടെന്ന് ഒരു കുരുക്കിട്ട് വീണ്ടും കുരുക്കിട്ട് അങ്ങനെ വേണം പിന്നെ കുത്താനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ സൈഡ് പ്ലീറ്റ് എടുക്കുവാണ്. സൈഡ് പ്ലീറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു സാരി ഉടുക്കുമ്പോൾ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ആ സൈഡ് പ്ലീറ്റ് കാണാനാണ്. അപ്പോൾ അതേ ലെവലിൽ എങ്ങനെയാണോ പ്ലീറ്റ് എടുക്കേണ്ടത് ആ രീതിക്ക് തന്നെ എടുക്കണം, എങ്കിലേ ആ ഒരു ഭംഗി ഉണ്ടാവൂ. പിന്നെ സൈഡ് പ്ലീറ്റ് ഒരുപാട് എണ്ണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഒരു കാര്യം പറയാനാണ്. ചില സാരിക്ക് അധികം വീതി കാണില്ല, വീതി കുറവായിരിക്കും. ഉടുക്കുന്ന ക്ലയൻറ്റിന് ഹൈറ്റ് കുറവാണെങ്കിൽ നമ്മളങ്ങനെ ഒരുപാട് സൈഡ് പ്ലീറ്റ് എടുത്താൽ സാരി കൊണ്ടുവന്ന് താഴെ പൊങ്ങിപ്പോവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഒരു സാരി ഉടുക്കാൻ. ഒരുപാട് എണ്ണം സൈഡ് പ്ലീറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബോറാവാതെ സാരി ഫുൾ കവറായി പൊങ്ങി പോകാതെ നല്ല നീറ്റായിട്ട് ഉടുക്കണം എന്നുള്ളതേ ഉള്ളൂ. സൈഡ് പ്ലീറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം ഞാൻ ഫുള്ളി ആ പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് എത്ര പ്ലീറ്റ് അതിൽ കിട്ടുന്നോ അത്രയും ഞാൻ എടുത്തുള്ളൂ. പൊങ്ങിയിട്ടൊന്നുമില്ല, കറക്റ്റാണ് കേട്ടോ. ഇനി സെൻറ്റർ പ്ലീറ്റ്സ് നമുക്ക് വെച്ച് കൊടുക്കാം. സെൻറ്റർ പ്ലീറ്റ് നേവലിൻ്റെ ആ സെൻറ്ററിൽ കറക്റ്റായിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി അത് നന്നായിട്ട് ടക്കിൻ ചെയ്തു.
ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു നേവലിൻ്റെ പോർഷനിൽ വരുന്ന പ്ലീറ്റ് ഒന്ന് ഫസ്റ്റത്തെ പ്ലീറ്റ് മാറ്റിയിട്ട് ആ സെൻറ്റർ പ്ലീറ്റ്സിൻ്റെ അടിയിൽ കൂടെ ഒരു പിന്ന് ലോക്ക് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി എത്ര മൂവ് ചെയ്താലും ഡാൻസ് കളിച്ചാലും ഒന്നും നമ്മുടെ നേവൽ പോർഷൻ ഒന്നും കാണത്തില്ല, ഫുള്ളി സെക്യൂർ ആയിട്ട് ഹൈഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഡ്രേപ്പിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരെ ഇറ്റ്സ് മീ ആതിര വത്സല. ബൈ.